നിഷ ജോസ് കെ മാണിക്കെതിരെ സൈബർ അധിക്ഷേപം. ശരീരഭാരത്തിൻ്റെ പേരിൽ അധിക്ഷേപിക്കുന്നുവെന്ന് കാണിച്ച് നിഷയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ചില അക്കൗണ്ടുകളിൽ നിന്നും നിരന്തരമായി ബോഡി ഷേമിംഗ് നടത്തുമെന്നാണ് നിഷ ജോസ് കെ മാണി പറയുന്നത്. ഇങ്ങനെ ഓരോരുത്തന്മാർ വരും, പൊടി തടിച്ച് ഡീ തടിച്ച് എന്നൊക്കെ പറയാം. ഇത് ബോഡി ഷേമിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ബോഡി ഷേമിംഗ് അത്ര നല്ലതല്ല. ഈ ബോഡി ഷേമിംഗ് ഉണ്ടല്ലോ, IPC 509-ഉം 498A ഒക്കെ ഭാഗമാണ്. എൻ്റെ പ്രൊഫൈലിൽ വന്നിട്ട് എന്നെ തടിച്ചീന്നും വിളിച്ച് എന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ല. അത് ഓരോ പ്രസവത്തിന് ശേഷം വണ്ണം വെക്കുന്ന സ്ത്രീകളെ, അമ്മമാരെ ആക്ഷേപിക്കുന്ന തുല്യമാണ്. വിവരങ്ങളുമായി ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി, ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പ്രചാരണം നിഷ ജോസ് കെ മാണിക്കെതിരെ നടക്കുന്നത്? നിഷ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? SKN വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. കാരണം നിഷ ജോസ് കെ മാണിയുടെ ഒരു അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ്. 2 വർഷം മുമ്പാണ് അവർ ക്യാൻസർ രോഗബാധിതയായത്. അതിനുശേഷം അതിൽ നിന്നും റിക്കവർ ചെയ്ത് വരുന്നതിൻ്റെ ഇടയിലാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ചികിത്സകളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ശരീരഭാരത്തിൻ്റെ പേരിൽ അവരെ അധിക്ഷേപിക്കുന്നത്. അത് സൈബർ ഇടത്തിൽ അതിരൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ അവർക്ക് നേരിടേണ്ടി വരുന്നത്. അതിൽ ഗതികെട്ടിട്ടാണ്, അതായത് ഇത് ആദ്യം കണ്ടില്ലെന്ന് നടിച്ചു, പക്ഷേ നിരന്തരം ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് അവർ ഈ ഒരു നടപടിയിലേക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അതിനെതിരെ പ്രതികരിക്കാൻ തീരുമാനിച്ചത്. ഞാൻ അല്പസമയം മുമ്പ് നിഷ ജോസ് കെ മാണിയുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഒരു നിയമ നടപടിയിലേക്ക് പോകുന്നില്ല, കാരണം ഇത് നിയമ നടപടി കൊണ്ട് ഇതിനെ ചെറുക്കേണ്ടതല്ല, അതിനപ്പുറത്തേക്ക് സമൂഹം അറിയേണ്ട ചില കാര്യമാണ്. ഇത്തരത്തിൽ താൻ മാത്രമല്ല, സ്ത്രീകൾ പലരും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അനുഭവിക്കുന്നുണ്ട്. അതിനെതിരെ ഒരു ശബ്ദമാകുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഇത് തുറന്നു പറഞ്ഞത് എന്നാണ് അവർ പറയുന്നത്. പ്രധാനമായിട്ടും അലൻ ജോസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട്, അതുപോലെ തന്നെ ശ്രീകൃഷ്ണ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ചില അക്കൗണ്ടുകളാണ്. ഇങ്ങനെയുള്ള ചില അക്കൗണ്ടുകളിൽ നിന്നാണ്, അത് ഫേക്കാണെന്നാണ് അവർ പറയുന്നത്. ഫേക്ക് ID ആയിരിക്കാം. ഒരുപക്ഷെ ഈ ഒരു വിവാദം വന്നതിന് തൊട്ട് പിന്നാലെ, നിഷ ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് തൊട്ട് പിന്നാലെ അവരത് റിമൂവ് ചെയ്തിട്ടുണ്ട് ഈ കമൻറ്റുകളെന്നും നിഷ നമ്മളോട് പറഞ്ഞു. ഏതായാലും ഇതിനു മുമ്പും സമാനമായ രീതിയിലുള്ള സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്ന ഒരു സ്ത്രീയാണ് നിഷ ജോസ് കെ മാണി. സമൂഹത്തിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ക്യാൻസർ ആയിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ വേണ്ടി നിരവധി സഹായങ്ങൾ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അവർക്കാണ് ഇത്തരത്തിലുള്ള ഒരു സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിരിക്കുന്നത്. SKN മിനിമം വാക്കുകൾ പറഞ്ഞാൽ ഈ കാണിക്കുന്നതൊക്കെ വളരെ വൃത്തികേടാണ്, അത്രേ പറയുന്നുള്ളൂ.